ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്താണ് എൻ്റെ ശരീരം കൊണ്ട് എനിക്കെന്തും ചെയ്യാം, എനിക്കെന്തും ഉപയോഗിക്കാം, എനിക്ക് ഏത് രൂപത്തിലും നടക്കാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇവരിൽ വരുന്ന ഒരു ദുശ്ശീലമാണ് പുകവലിക്കുക എന്നത്. എൻ്റെ ക്യാഷ്, എൻ്റെ ശ്വാസകോശം, എൻ്റെ ശരീരം, എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യും എന്ന രൂപത്തിൽ, അഹങ്കാരത്തിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ താൻ പോരിമയുടെ രൂപത്തിൽ, ആരോഗ്യത്തിൻ്റെ ബലത്തിൽ, പണത്തിൻ്റെ ഹുങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പുകവലി എന്നത്. പണ്ട് കാലത്ത് ഇത് സാർവത്രികമായി നടന്നതുകൊണ്ട് പല ആളുകളും ആ ഒരു ലഹരിയെ വളരെ നിസ്സാരവൽക്കരിക്കുന്നൊരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ പുകവലിയെക്കുറിച്ച് എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? അത് പാടുണ്ടോ ഇല്ലേ? അതൊരു വിഷയമാണ്. അത് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യുന്നവർ ചെയ്യട്ടെ, അവരാണല്ലോ അതിൻ്റേത് അനുഭവിക്കാൻ. എന്തിനാണ് ഇങ്ങനെ ആളുകൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇസ്ലാമിൻ്റെ ആളുകൾ ഇങ്ങനെ കയറിക്കടന്ന് അഭിപ്രായം പറയുന്നത് എന്നൊക്കെ വിചാരിക്കുന്നവരും ചിന്തിക്കുന്നവരും അല്ല, തുറന്നു പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ കാര്യത്തിലും ഇസ്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഓരോ കാര്യത്തിലും വലിയ അപകടങ്ങളെ ഒഴിവാക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ വലിയ പുരോഗതിയാണ് മനുഷ്യന് വന്നു ചേരുക. പുകവലി യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാത്തവരാരുമില്ല. ആ ഒരു പുകവലിക്കുന്ന ആ സിസറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിഗരറ്റിൻ്റെ കവറിൽ തന്നെ നോക്കിയാൽ നമുക്ക് അത് കണ്ടാൽ തന്നെ ഒരാൾക്ക് ഭയമായിരിക്കും. അങ്ങനൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കും. എന്നിട്ടും നിരന്തരമായി അതിലേക്ക് നോക്കുകയും, ഒരാൾ ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കണമെങ്കിൽ 10 പ്രാവശ്യം അല്ലെങ്കിൽ 11 പ്രാവശ്യമെങ്കിലും അയാൾ അതിലേക്ക് നോക്കേണ്ടി വരും. വാങ്ങുമ്പോൾ ഒന്ന് നോക്കേണ്ടി വരും, പിന്നെ ഓരോന്നെടുക്കുമ്പോൾ അതിലേക്ക് നോക്കേണ്ടി വരും. ഇത്രയും പച്ചയായ ഒരു യാഥാർത്ഥ്യം ചിത്രസഹിതം കൊടുത്തിട്ടും അതിൽ നിന്ന് മാറാൻ സാധിക്കാത്തതെന്തുകൊണ്ട്? അതിനുള്ള ഉത്തരമാണ്, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ശ്വാസകോശ ക്യാൻസർ, ഹൃദ്രോഗം, പക്ഷാഘാതം, മറ്റ് ശ്വാസകോശ രോഗങ്ങൾ ഒക്കെ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുശ്ശീലം തന്നെയാണ് പുകവലി. ഇത് ഒരു സ്വതന്ത്രതാവാദത്തിൻ്റെ മറവിൽ, അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യന് അത് ചെയ്യാൻ പറ്റില്ലേ, ഇത് ചെയ്യാൻ പറ്റില്ലേ എന്ന് ധാർഷ്ട്യത്തോടു കൂടി ചോദിക്കുന്നതിൻ്റെ ഭാഗമായി പുകവലിച്ചാൽ എന്ത് എന്ന് ചോദിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ വളരെ വലിയ ഒരു വീട്ടിലെ ഏകദേശം 4 പേർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗമുണ്ട്. എന്താണ് എല്ലാവർക്കും ഇത് വരാൻ കാരണമെന്ന് അന്വേഷിച്ച് അവസാനം ഡോക്ടർ കണ്ടെത്തിയത്, സ്ഥിരമായി പുകവലിക്കുന്ന, വീട്ടിൽ നിന്നും റൂമിൽ നിന്നും സ്ഥിരമായി പുകവലിക്കുന്ന ഉപ്പയുടെ കാര്യമാണ് അവിടെ എടുത്തു പറഞ്ഞത്. എല്ലാവർക്കും രോഗം വരുത്തുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു ദുശ്ശീലത്തെ സ്വീകരിക്കുമ്പോൾ അത് പാടില്ലെന്ന് ഇസ്ലാം പറയുമ്പോൾ അതിനെ വിമർശിക്കാൻ ആളുകളുണ്ട്. എന്താണ്, അവർ ചെയ്തു കൊള്ളട്ടെ, അവർക്കതിൻ്റെ ആവശ്യമുണ്ടാകും, അതൊക്കെ ഇങ്ങനെ തടുക്കേണ്ടതുണ്ടോ, കുറച്ച് തീവ്രമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. ഈ ഒരു രോഗസാധ്യതയുള്ള വലിയൊരു പ്രശ്നം, ഇപ്പോൾ പ്രത്യുൽപാദനപരമായ പ്രശ്നങ്ങളടക്കം പുകവലിയുമായി ബന്ധപ്പെട്ടുണ്ട്. രോഗപ്രതിരോധ ശക്തി കുറക്കും. അതൊന്നുമല്ല, ഇണയോടൊത്തുചേരാൻ കഴിയാത്ത രൂപത്തിൽ വായ്നാറ്റം വരും. ഈ പുകവലിയുടെ രൂക്ഷഗന്ധം അത് പുകവലിക്കുന്നവനും പുകവലി ശീലിച്ചവനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. എന്നാൽ ഇവരോടടുത്തിരിക്കുന്ന മറ്റാളുകൾ, ഇത് ശീലമില്ലാത്ത ആളുകൾക്ക് അത് വലിയ പ്രശ്നമായിരിക്കും. പല്ലുകളുടെ കേടുപാടുകൾ, മോണരോഗങ്ങൾ, ഇതൊക്കെ പുകവലി മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശരീരത്തിന് ഹാനികരമായ ഒരു കാര്യം അത്
ആര് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സ്വന്തം ശരീരത്തോടും സ്വന്തം കുടുംബത്തോടും ഇഷ്ടമുള്ളവർ ചെയ്യേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ ഇത് വലിയ ഒരു ധൂർത്താണ്. ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന ആൾ ഒരു വർഷം കൊണ്ട് 365 പാക്കറ്റാണ് വലിക്കുന്നത്. അത് ഇൻറ്റു സിഗരറ്റിൻ്റെ ഒരു പാക്കിൻ്റെ വില കണക്കൂട്ടിയാൽ അയാൾ തൻ്റെ കുടുംബത്തിന് കൊടുക്കേണ്ട, തൻ്റെ സ്വന്തം പുരോഗതിക്ക് ഉപയോഗിക്കേണ്ട, തൻ്റെ കച്ചവടത്തിൽ വിനിയോഗിക്കേണ്ട, തൻ്റെ വീട്ടിലെ ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കേണ്ട, ഭക്ഷണം വാങ്ങിക്കേണ്ട വലിയൊരു എമൗണ്ട് തുക അയാൾ ഒരാവശ്യവുമില്ലാത്ത എന്നാൽ വളരെയധികം ഉപദ്രവമുണ്ടാക്കുന്ന കാര്യത്തിന് മാറ്റിവെക്കുന്നു എന്നത് കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളെ വിമർശിക്കുന്നത്. ഇത് മറ്റുള്ളവർക്കും ദോഷമാണ്. ചുറ്റുമുള്ളവർക്ക് ഈ പുക ശ്വസിച്ചാൽ അത് വലിക്കുന്നവനേക്കാൾ വലിയ ദോഷം അതിൻ്റെ ചുറ്റുമുള്ളവർക്കാണ്. ഇതൊരു അഡിക്ഷനാണ്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് അഡിക്ഷൻ വന്നാൽ തീർന്നു. ഒരാൾക്ക് അഡിക്ഷൻ വന്നാൽ അത് കാലഘട്ടം കൂടുന്തോറും 1 2ആയും 2 4ആയും 4 8ആയും 8 16ആയും 16 32ആയിട്ടും അങ്ങനെ വേഗം അയാളുടെ അതിനുള്ള കാര്യം ഉപയോഗിക്കുന്നതിൻ്റെ അളവ് വർദ്ധിക്കുകയായിരിക്കും. അത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്ങനെ ഇതൊഴിവാക്കണം? അതാണ് ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ടത്. എങ്ങനെ പുകവലി ഒഴിവാക്കണം? ഈ വിമർശകർ എന്തുകൊണ്ടത് പാടില്ല എന്ന് പറയുമ്പോൾ, പുകവലി പാടില്ല എന്ന് പറയുന്നത് എന്തിന് എന്ന് പറയുമ്പോൾ, ആര് നശിച്ചാലും വേണ്ടിയില്ല, അവർ നശിച്ചു കൊള്ളട്ടെ, അവർ ഈ ജീവിതമേ ഉള്ളൂ, ഈ ജീവിതത്തെ ആസ്വദിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിതം ഒന്നേ ഉള്ളൂ അല്ലല്ലോ. ജീവിതം രണ്ടുണ്ട്, ഇവിടെയും പരലോകത്തുമുണ്ട്. അതിനെന്താണ് തെളിവ്? ഇവിടെ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടേണ്ട പിതാവ് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് മരിക്കുന്നു. ലക്ഷ്യം സാക്ഷാത്കരിച്ചോ? ഇല്ലല്ലോ. ഇങ്ങനെ പല ലക്ഷ്യങ്ങളിലും ജീവിക്കുന്ന ആളുകൾ ലക്ഷ്യം പൂർത്തിയാക്കാതെ പോകുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല എന്ന് മനസ്സിലാക്കേണ്ടേ. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത് മോക്ഷമാണെന്ന് തിരിച്ചറിയണം. നാളെ പരലോകത്ത് ചെന്നാൽ അള്ളാഹു ചോദിക്കും, സമയം എന്തിന് ചെലവഴിച്ചു? പുകവലിക്കെന്ന് പറയാൻ പറ്റുമോ? അധ്വാനിച്ച കാശ് എന്തിന് ചെലവഴിച്ചു? ലേശം പുകവലിക്കാൻ വേണ്ടി, സിഗരറ്റ് വാങ്ങാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ദുനിയാവിലേക്കും പരലോകത്തിലേക്കും കാര്യമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടേക്ക് ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്നോർക്കണം. യഥാർത്ഥത്തിൽ ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാവുക, ഹൃദയാഘാതം വരിക, ഹൃദ്രോഗം വരിക, അതേപോലെ പക്ഷാഘാതം വരിക, ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വന്നിട്ടും ആ അപകടകരമായ കാര്യങ്ങൾ വരുന്നതിന് യാതൊരു വിഷമവും പ്രയാസവുമില്ലാതെ ഈ കാര്യങ്ങളെ തുടർത്തിക്കൊണ്ടുപോവുക എന്നത് തികച്ചും ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് അതിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇസ്ലാമിനെ ഇത്തരം കാര്യങ്ങൾ ഇസ്ലാം പറയുമ്പോൾ അത് ചെയ്യുന്നവർക്ക് വളരെയധികം വെറുപ്പ് തോന്നാമെങ്കിലും ഈ കാര്യം ഒഴിവാക്കിയാലുള്ള ഉപകാരത്തെ കണ്ടെത്തുക ഏതൊരാൾ ഉപദേശിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരാൾ ചിന്തിക്കേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ? ഈ ഉപദേശിക്കുന്നയാൾ നിർത്താൻ പറഞ്ഞ കാര്യം ഞാൻ നിർത്തിയാൽ എനിക്ക് ഉപകാരമുണ്ടാകുമോ? അല്ല ഇത് തുടർന്നു കൊണ്ടുപോയാൽ എനിക്ക് തന്നെ ഞാൻ ദ്രോഹം ചെയ്യുന്നവനാകുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇത് അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, സ്വയം ബോധ്യപ്പെടണം. സ്വയം ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഇത് പുകവലിക്കുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? എന്താണ് പുകവലി? ആ സമയത്തെ ടെൻഷൻ മാറുമെന്നാണെങ്കിൽ ടെൻഷൻ മാറാൻ എത്ര വഴികളുണ്ട്. രണ്ടാമത്തേത്, ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും എന്താണ്? സ്വന്തം ശരീരത്തിന് ചുറ്റുപാടുമുള്ളവർക്കെല്ലാവർക്കും ഇതിൻ്റെ ദോഷം വന്നു ചേരുമല്ലോ. അതുകൊണ്ട് ആ ദോഷങ്ങളെപ്പറ്റി വായ്നാറ്റമുണ്ടാകും.
ആളുകൾക്ക് നമ്മോട് നേരെ ചൊവ്വേ നിന്ന് സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇങ്ങനെ ഈ പുകവലി അതിന് അഡിക്ഷനായ ആളുകൾ എവിടെ വരെ എത്തും അതാലോചിക്കണം. അവസാനം ക്യാൻസർ ഉണ്ടായി, അല്ലെങ്കിൽ പുകവലിയുടെ എണ്ണം കൂടി, ക്യാഷ് ദൂർത്തടിച്ച് കടം വന്ന് മുന്നോട്ട് പോകുന്നൊരവസ്ഥയൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില ആളുകൾക്കുണ്ടാവാറുണ്ട്. ഇനി ഇത് ഒഴിവാക്കിയാൽ എന്താണ് ഗുണം ലഭിക്കുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ആ കാര്യത്തിൽ വളരെ വലിയ ആലോചനയുണ്ടായി മുന്നോട്ട് പോവുകയും ചെയ്യുക. നല്ല ഒരു വൈദ്യസഹായം വേണമെങ്കിൽ അതുപോലും സ്വീകരിച്ച് ഈ ഒരു തിന്മയിൽ നിന്നും വിട്ടുനിൽക്കണം. നമ്മുടെ ശരീരം നമ്മുടേതാണെങ്കിലും അത് കേടുവരുത്താനുള്ള അനുവാദം നമുക്കില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.